ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആർട്സ് ആൻഡ് കൾച്ചറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സ് പ്ലസ് SCERT ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടിയാട്ടം ആണ് ആദ്യമായി നോക്കുന്നത്. അനശ്വര പൈതൃകത്തിൻ്റെ മഹത് കലാസൃഷ്ടി എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ച ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപം കൂടിയാട്ടം തന്നെയാണ്. കൂടിയാട്ടം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2001. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ളത് വിദൂഷകനാണ്. കൂടിയാട്ടം അവതരിപ്പിക്കാൻ വേണ്ട ദിവസം 41 ദിവസമാണ്. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. അനശ്വര പൈതൃകത്തിൻ്റെ മഹത് കലാസൃഷ്ടി എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ച ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപം കൂടിയാട്ടം തന്നെയാണ്. കൂടിയാട്ടം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2001. ഇത് മൂന്നും PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ഥലമാണ് കൂത്തമ്പലം. ഏറ്റവും വലിയ കൂത്തമ്പലം ഇരിങ്ങാലക്കുടയിലാണ്. കൂടിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയാണ് നാട്യകൽപ്പദ്രുമം. നാട്യകൽപ്പദ്രുമം ജയിച്ചത് മാണി മാധവ ചാക്യാർ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 1974. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നതാണ് മാണി മാധവ ചാക്യാർ. ഇതിൽ PYQs കൂടിയാട്ടത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതി നാട്യകൽപ്പദ്രുമം. നാട്യകൽപ്പദ്രുമം ജയിച്ചത് മാണി മാധവ ചാക്യാർ. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത് 1974. നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന സംഘടനയാണ് മാർഗി. സാർവലൗകികമായ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്നാണ് മാർഗി എന്ന പദത്തിനർത്ഥം. മാർഗി എന്നത് സംസ്കൃത പദമാണ്. സ്ഥാപകൻ അപ്പുക്കുട്ടൻ നായരും. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ് മാർഗി സതി. മാർഗി സതിയുടെ ആത്മകഥയാണ് രംഗശ്രീ. കേരളത്തിന് പുറത്ത് അവതരിപ്പിച്ച ആദ്യ കൂടിയാട്ടമാണ് തോരണയുദ്ധം. 1962 ചെന്നൈയിലാണ് അവതരിപ്പിച്ചത്. 2023 അന്തരിച്ച പ്രശസ്ത കൂടിയാട്ട ആചാര്യനാണ് PKG നമ്പ്യാർ. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. കൂടിയാട്ടത്തിൻ്റെ പ്രധാന വാദ്യോപകരണം മിഴാവും. ചാക്യാർ കുത്തിൽ ഉത്ഭവിച്ച കലാരൂപമാണ് പാഠകം. 2001 യുനെസ്കോ അംഗീകരിച്ച കൂടിയാട്ട ഗുരുവാണ് PKG നമ്പ്യാർ. ഇതിൽ PYQs നമുക്ക് നോക്കാം, മാർക്ക് ചെയ്ത് പോകാം. കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന സംഘടനയാണ് മാർഗി എന്നുള്ളത്. സാർവലൗകികമായ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്നാണ് മാർഗി എന്ന പദത്തിൻ്റെ അർത്ഥം. 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ് മാർഗി സതി. മാർഗി സതിയുടെ ആത്മകഥയാണ് രംഗശ്രീ. കേരളത്തിന് പുറത്ത് അവതരിപ്പിച്ച ആദ്യ കൂടിയാട്ടമാണ് തോരണയുദ്ധം. 1962 അത് അവതരിപ്പിച്ചത്. 2023 അന്തരിച്ച പ്രശസ്ത കൂടിയാട്ടാചാര്യനാണ് PKG നമ്പ്യാർ. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നതാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ്. 2001 യുനെസ്കോ അംഗീകരിച്ച കൂടിയാട്ട ഗുരുവാണ് PKG നമ്പ്യാർ. ഇത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത മുടിയേറ്റ് അല്ലെങ്കിൽ മുടിയെടുപ്പ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കലാരൂപമാണ് മുടിയേറ്റ്. മുടിയേറ്റിലെ പ്രസിദ്ധമായ ചടങ്ങാണ് കളമെഴുത്ത്. കളമെഴുത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ കറുപ്പ്, വെളുപ്പ്, ചുമപ്പ്, പച്ച, മഞ്ഞ. പുലയർ സമുദായത്തിൻ്റെ വിനോദ നൃത്തമാണ് മുടിയാട്ടം. മുടിയാട്ടവും മുടിയേറ്റും കൂടെ തെറ്റിപ്പോവും, അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നീലിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് മുടിയാട്ടം. മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് പറ, മദ്ദളം, കരു, കൊക്കര. ആദിവാസി കലാരൂപമായ ചാറ്റുപാട്ടിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൊക്കര. ചെമ്പൻകോട് മണികണ്ഠൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെമ്പൻകോട് മണികണ്ഠൻ ചാറ്റുപാട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിലെ PYQs നമുക്ക് നോക്കാം. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തപ്പെട്ട രണ്ടാമത്തെ കലാരൂപമാണ് മുടിയേറ്റ്. മുടിയേറ്റിലെ പ്രസിദ്ധമായ ചടങ്ങാണ് കളമെഴുത്ത്. കളമെഴുത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ കറുപ്പ്, വെളുപ്പ്, ചുമപ്പ്, പച്ച, മഞ്ഞ. ഇതിൽ ഏതെങ്കിലും ഒരു കളർ തരാതെ കളമെഴുത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ പെടാത്തതേത് എന്ന് ചോദിക്കാറുണ്ട്. പുലയർ സമുദായത്തിൻ്റെ വിനോദ നൃത്തമാണ് മുടിയാട്ടം. ഇതും PYQ ആണ്. മുടിയാട്ടവും മുടിയേറ്റും തെറ്റാതെ നോക്കുക. മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് പറ, മദ്ദളം, കരു, കൊക്കര. ഇതും PYQ ആണ്. ആദിവാസി കലാരൂപമായ ചാറ്റുപാട്ടിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് കൊക്കര. ഇതും PYQ ആണ്. ചെമ്പേങ്കോട് മണികണ്ഠൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊക്കരയുമായി, ചാറ്റുപാട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് പടയണിയാണ്. പടയണി ജില്ല പത്തനംതിട്ട. പടയണി നൃത്തങ്ങൾ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് കലായം. പടയണിയിലെ ഏറ്റവും വലിയ കോലമാണ് ഭൈരവിക്കോലം. പടയണിയിലെ ആദ്യ ചടങ്ങ് ചൂട്ടുവെപ്പ്. പടയണിയിലെ വാദ്യോപകരണങ്ങൾ ചെണ്ട, കൈമണി, തപ്പ്. പടയണി ജില്ല കടമനിട്ടയും പടയണി ജില്ല പത്തനംതിട്ടയും പടയണി ഗ്രാമം കടമനിട്ടയുമാണ്. കടമനിട്ട രാമകൃഷ്ണ പുരസ്കാരം ലഭിച്ചത് 2023 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. പടയണിയിലെ പാളക്കോലങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കടമനിട്ട വാസുദേവൻ പിള്ളയാണ്. നീലംപേരൂർ പടയണിക്ക് പ്രസിദ്ധമായ ജില്ലയാണ് ആലപ്പുഴ. ആയില്യം പടയണിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ലയാണ് കോട്ടയം. അപ്പോൾ നമുക്ക്
എന്നിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. പടയണി ജില്ല പത്തനംതിട്ട. PYQ ആണ്. പടയണി നൃത്തങ്ങൾക്ക് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് കലായം. പടയണിയിലെ ഏറ്റവും വലിയ കോലം ഭൈരവി കോലം, അതും PYQ ആണ്. പടയണിയിലെ വാദ്യോപകരണങ്ങളാണ് ചെണ്ട, കൈമണി, തപ്പ്. തപ്പ് ചോദിച്ചിട്ടുള്ളതാണ്. പടയണിയിലെ വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, കൈമണി, തപ്പ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. പടയണി ജില്ല പത്തനംതിട്ടയും പടയണി ഗ്രാമം കടമ്മനിട്ടയുമാണ്. ഇത് രണ്ടും PYQs ആണ്. കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം 2023 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പടയണിയിലെ പാളക്കോലങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കടമ്മനിട്ട വാസുദേവൻ പിള്ളയാണ്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പടയണി നമ്മൾ പ്രസിദ്ധമായിട്ട് നടക്കുന്നത് പത്തനംതിട്ടയാണ്. അല്ലാതെ നടക്കുന്ന 2 സ്ഥലങ്ങളാണ് ആലപ്പുഴയും കോട്ടയവും. നീലംപേരൂർ പടയണിക്ക് പ്രസിദ്ധമായ ജില്ലയാണ് ആലപ്പുഴ. ഇതിലെല്ലാം ആയില്യം പടയണിക്ക് പ്രസിദ്ധമായ ജില്ലയാണ് കോട്ടയം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് വാദ്യോപകരണവും ഏതിൻ്റെയൊക്കെയാണെന്ന് നോക്കാം. പറ എന്ന് പറയുന്നത് മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. പറ മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ്. 7 പറ തോൽപ്പാവക്കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം. ചാറ്റുപാട്ട് കൊക്കര. ചാറ്റുപാട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് കൊക്കര. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് തപ്പ്. തുടിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഗദ്ദികയ്ക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് തുടി. ഗദ്ദിക എന്ന് പറയുന്നത് ഒരു ആദിവാസി നൃത്തരൂപമാണ്. പ്രശസ്ത ഗദ്ദിക കലാകാരനാണ് PK കാളൻ. അപ്പോൾ പറ ഉപയോഗിക്കുന്ന എന്തിനാണ്? മുടിയാട്ടത്തിന്. തോൽപ്പാവക്കൊത്ത് 7 പറയ്ക്കും. തോൽപ്പാവക്കൊത്തിന് ഉപയോഗിക്കുന്നതാണ് 7 പറ. ചാറ്റുപാട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് കൊക്കര. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണം തപ്പ്. ഗദ്ദികയ്ക്ക് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് തുടി. ഗദ്ദിക എന്ന് പറയുന്ന ഒരു ആദിവാസി നൃത്തരൂപകമാണ്. പ്രശസ്ത കലാകാരനാണ് PK കാളൻ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. 2023 PK കാളൻ അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമനാണ്. അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നെല്ലച്ചൻ. ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ആദിവാസി വിഭാഗമാണ് സാന്താൾ. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ആദിവാസികളാണ് പണിയർ. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. കളരിപ്പയറ്റിലെ 18ാമത്തെ അടവാണ് പൂഴിക്കടകൻ. അർജുന നൃത്തത്തിൻ്റെ മറ്റൊരു പേരാണ് മയിൽപീലി തൂക്കം. അർജുന നൃത്തം അവതരിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കോട്ടയം, ആലപ്പുഴ. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് അർജുന നൃത്തം. അർജുന നൃത്തത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മദ്ദളം, ഇലത്താളം, ചെണ്ട. ഇതിൽ PYQs നമുക്ക് നോക്കാം. 2023 PK കാളൻ അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമനാണ്. അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നെല്ലച്ചൻ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ആദിവാസി വിഭാഗമാണ് സാന്താൾ. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ പണിയറാണ്. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റാണ്. കളരിപ്പയറ്റിലെ 18ാമത്തെ അടവാണ് പൂഴിക്കടകൻ. അർജുന നൃത്തത്തിൻ്റെ മറ്റൊരു പേരാണ് മയിൽപീലി തൂക്കം. അർജുന നൃത്തം അവതരിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കോട്ടയം, ആലപ്പുഴ. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് അർജുന നൃത്തം. അർജുന നൃത്തത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് മദ്ദളം, ഇലത്താളം. ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളാരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുന്നത് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.